നാട്ടിൽ നിന്ന് 101 എഴുത്തുകാരുമായിട്ട് എത്തിയ പെണ്ണില്ലം പബ്ലിക്കേഷൻസിന് എല്ലാവിധ ആശംസകളും. പെണ്ണില്ലം എന്ന് കേൾക്കുമ്പോൾ തന്നെ കൂടുതലും സ്ത്രീകൾ തന്നെയാണ്. എന്നാൽ പുരുഷ സാന്നിധ്യം കുറയ്ക്കുന്നില്ല, പുരുഷന്മാരും ഇതിലുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ ഒരു മഹത്തായ ഒരു വലിയ കാര്യമാണ് നടക്കുന്നത്. പെണ്ണില്ലത്തിൻ്റെ അമരക്കാരിയായ രാജിമ 101 പേരെ കോർത്തിണക്കിക്കൊണ്ട് 101 പുസ്തകങ്ങളുമായിട്ട് ഈ മണ്ണിലെത്തിയിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം നൽകുകയാണ് ഈ വേദിയിലേക്ക്. പെണ്ണില്ലം എഴുത്തണം പബ്ലിക്കേഷൻസിന്റെ രണ്ടാമത് വെഞ്ചറാണ് ഇന്നിവിടെ നടക്കുന്നത്. കഴിഞ്ഞ വർഷം 43ാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ 62 സ്ത്രീകൾ എഴുതിയ 62 പുസ്തകങ്ങൾ നമ്മൾ ഇവിടെ പ്രകാശനം ചെയ്തു. എല്ലാവരുടെയും സഹായവും അനുഗ്രഹത്തോടെ വീണ്ടും 101 പുസ്തകങ്ങളുമായി ഈ ശാഖയുടെ മണ്ണിൽ അഭിമാനത്തോടെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. എങ്കിലും എഴുത്ത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറെ പ്രിയം. അതുകൊണ്ട് ഇന്ന് 101 പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. 10 പുസ്തകങ്ങൾ വീതമാണ് നമ്മൾ ആദ്യം പ്രകാശനം ചെയ്യുന്നത്. 10 പേരുടെ ആദ്യം ഇവിടെ വന്നവരുടെ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഇനി ഒരു നിറഞ്ഞ കൈയിലേക്ക് നമുക്ക് തരാം.
ഒരു സദസ്സ് നമുക്ക് ഇപ്പം അറിയാം. വർക്കിംഗ് ഡേയിൽ ഈ നമ്മുടെ 101 എഴുത്തുകാരുടെ പുസ്തക പ്രകാശനമായതുകൊണ്ടാണ് ഇത്രയും നിറഞ്ഞ സദസ്സ്. അപ്പം ഇതിൽ കൃത്യമായി എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മുടെ പുന്നക്കൽ മുഹമ്മദ് അലി, അതുപോലെ തന്നെ ഉഷ ചന്ദ്രൻ, പിന്നെ അങ്ങനെയുള്ള വിശിഷ്ട അതിഥികളെല്ലാം സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അപ്പം വളരെ സന്തോഷം. ഞാൻ കൂടുതൽ വാക്കുകളിലേക്ക് പോകുന്നില്ല. ഇതിൽ വന്ന ഇപ്പം 101 പുസ്തകങ്ങളാണ് ഇപ്പം പ്രകാശനം ചെയ്യാൻ പോകുന്നത്. അപ്പൊ അടുത്ത പ്രാവശ്യം ഈ 101 എഴുത്തുകാരും കൂടി ഇവിടെ വരണം. അങ്ങനെ ഒരു ഇത് സംഭവിക്കട്ടെ. എല്ലാവിധ ആശംസകളും. നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് ഇവിടെ എത്തിച്ചേർന്നതിന്. നീട്ടുന്നില്ലെങ്കിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് പോകുന്നു. കാരണം 101 പുസ്തകങ്ങൾ ചെയ്യണം. കഴിഞ്ഞ വർഷം ഞാൻ ഇതേ വേദിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പെണ്ണില്ലത്തിന്റെ അമ്മയോട് പറഞ്ഞു, അടുത്ത വർഷം എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തരണമെന്ന്. അപ്പൊ കഴിഞ്ഞ വർഷം 62 പേര് ഇവിടെ വന്ന ഈ 62 സ്ത്രീകളുടെ ഊർജം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വർഷം 101 പേരുടെ പുസ്തകം ഇവിടെ ചെയ്യണമെന്ന്. ഞാൻ ഈ പെണ്ണില്ലത്തിന്റെ അമ്മയോട് ഇതേ വേദിയിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. ആ വാക്ക് പെണ്ണില്ലത്തിന്റെ അമ്മയും ഈ പെണ്ണില്ലത്തിന്റെ ഈ പെൺപുലികളും സാധിച്ചു തന്നതിന് നിങ്ങളോട് ഒരുപാട് നന്ദി പറയുകയാണ്. ഒരു ദീർഘമായ പുസ്തകത്തിനുള്ള വേദിയെല്ലാം എനിക്കറിയാം. ഒരു 4 വരി കവിത പോലും ചൊല്ലാതെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എന്തായാലും ഈ വന്നു ചേർന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി ഏതെങ്കിലും വേദിയിൽ നിങ്ങൾക്ക് കവിതകളും നല്ല കഥകളും ഒക്കെ പറഞ്ഞു തരാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ അഭിമാനത്തോടു കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കുന്നത്. കാരണം നമ്മൾ ഒരു ഗ്രാമത്തിൻ്റെ ഏതോ ഒരു കോണിൽ നിന്നും നമ്മൾ ജനിച്ച് മക്കൾക്കും ഭർത്താവിനും വേണ്ടി അടുക്കളയിലെ ലോകത്തേക്ക് ചുരുങ്ങിയ ഒരുപാട് സ്ത്രീകളുടെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പലരും ആദ്യമായിട്ട് എഴുതുന്നവരാണെങ്കിലും ആ ആദ്യമായിട്ട് എഴുതിയവർ ഒരിക്കലും അവർക്ക് സ്വപ്നം പോലും കാണാൻ സാധിക്കത്തില്ല ഇങ്ങനൊരു വേദി കിട്ടുക എന്ന് പറയുന്നത്. കാരണം ഒരുപാട് എഴുത്തുകാർ ഒരുപാട് എഴുതിയിട്ട് പോലും നമ്മുടെ അനുഭവത്തിൽ തന്നെ നമ്മൾ ഇവിടേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അവർ അതിശയിക്കുകയാണ്. ഈ ഒരു പെണ്ണിലത്തിൽ നിന്നും ഇത്രമാത്രം പ്രതിഭകളെ കണ്ടെത്തുവാനും ഇങ്ങനൊരു വേദിയിൽ ഇരിക്കുവാനും ദൈവം അനുഗ്രഹിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി, പ്രത്യേകിച്ച് രാജമാടത്തിനോട്. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയ ചേച്ചി സുധീരൻ ചേച്ചി, വിശിഷ്ടാതികളെ, സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മറ്റ് 35 വർഷമായി ഞാൻ ഈ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള നടക്കുന്ന അവസരത്തിലൊക്കെ വരാൻ പറ്റുന്ന അവസരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ 35ാമത്തെ വർഷം വളരെ ഏറെ 44ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ നിൽക്കുമ്പോൾ അഭിമാനം കൊണ്ട് നിൽക്കുകയാണ്. അതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട സഹോദരിമാരോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം 62 പുസ്തകങ്ങൾ പ്രകാശനത്തിലുള്ള ചടങ്ങിനൊക്കെ പങ്കെടുക്കാൻ പറ്റിയില്ല. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് 62 പേരുടെ പുസ്തകം ഒരേ സമയം ഒരേ വേദിയിൽ വെച്ച് പ്രകാശനം നടന്നിരിക്കുന്നത്. ഇന്ന് എൻ്റെ തൊട്ടടുത്ത് ചിദംബരം പബ്ലിക്കേഷൻ്റെ അടുത്ത് തന്നെ ഇവരുടെ സ്റ്റാൾ വന്നപ്പോൾ വലിയൊരു അനുഗ്രഹമായി. അവരുടെ ദിവസം അവരുടെ പുസ്തക സ്റ്റാൾ കാണാനും അവരുടെ ഓരോ പ്രവർത്തനങ്ങൾ കാണാനും ഇന്ന് 35 പേര് നാട്ടിൽ നിന്ന് ഈ പുസ്തക പ്രകാശനം വന്ന് അവിടെ കണ്ടപ്പോൾ തന്നെ മനസ്സ് വല്ലാത്തൊരു കുളിർമത്. ബോംബെയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അവരോടൊക്കെ തമാശക്ക് ഇന്നലെ സംസാരിക്കുകയുണ്ടായി. ഇതൊരു മഹാസംഭവമാണ്. ഒരുപക്ഷെ ഒരു ഗിന്നസ് റെക്കോർഡ് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മലയാളികളുടെ ഒരു സംഗമം, ഇതുപോലൊരു സംഗമം ഈ 35 വർഷത്തിനിടയിൽ ഞാൻ ഈ അന്താരാഷ്ട്ര പുസ്തകങ്ങളിൽ കണ്ടിട്ടില്ല. അതിന് നേതൃത്വം നൽകിയ എല്ലാവർക്കും എൻ്റെ ആഗ്രഹം പറഞ്ഞ ആശംസകൾ നേരത്തെ പ്രഭാകരൻ പറഞ്ഞതുപോലെ ഇനി വരുമ്പോൾ എല്ലാവരെയും കൂടെ അണിനിരത്താൻ നമുക്ക് സാധിക്കട്ടെ. പുസ്തകം ആരൊക്കെ എഴുതിയിട്ടുണ്ട് അവരൊക്കെ ഈ ഷാർജയുടെ മണ്ണിൽ കൊണ്ടുവരുവാനും അവരുടെ സാന്നിധ്യത്തോടു കൂടി നമുക്ക് പുസ്തക പ്രകാശനം ചെയ്യാനുള്ള അനുഗ്രഹം ദൈവത്തിൻ്റെ വകയിൽ നിന്നുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഷാർജ ഷെയ്ഖിനോടുള്ള നന്ദിയും കടപ്പാടും അദ്ദേഹം നൽകുന്ന നമ്മുടെയൊക്കെ പബ്ലിക്കേഷനോട് കാണിക്കുന്ന
ആ സ്നേഹം കോവിഡ് കാലത്തും ഇവിടെ പുസ്തക ഈ ബുക്ക് ഫെയർ നടന്നപ്പോൾ അന്ന് നമ്മുടെ എല്ലാവരുടെയും അവർക്ക് ഫ്രീ ആയിട്ടാണ് നമുക്ക് പബ്ലിക്കേഷൻ ഒരു ഫീസ് പോലും വാങ്ങാതെയാണ് അന്ന് ഇവിടെ ബുക്ക് ഫെയർ നടത്തി. ഇപ്രാവശ്യം അവർ എല്ലാ സ്റ്റാളിൽ നിന്നും മഹാസംഭവമാണ്, എല്ലാ സ്റ്റാളിൽ നിന്നും പുസ്തകം വാങ്ങി എന്നുള്ളത് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ സഹായിക്കുന്നു, പുസ്തകം എഴുതുന്നവരെയും വായിക്കുന്നവരെയും എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ശാരദ ഷെയ്ഖിന് ദൈവം ദീർഘായുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ്. അതുകൊണ്ട് എനിക്ക് അവസരം തന്ന ഇതിൻ്റെ സംഘാടകരുള്ള നന്ദിയും കടപ്പാടും ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ സഹിച്ച നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു സന്ദർഭം ഈ സമയത്ത് ഈ സമയത്ത് ഉണ്ടാകുമെന്ന്. എനിക്ക് പ്രിയപ്പെട്ടവരാണ് വേദിയിലിരിക്കുന്നതെല്ലാം. എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതിന് ഞാൻ ആദ്യം പെണ്ണില്ലം ഗ്രൂപ്പിനോട് നന്ദി പറയുകയാണ്. ഇത്രയും 101 സ്ത്രീകൾ അവർ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു പ്രത്യക്ഷ രൂപങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഇത്രയും 101 പുസ്തകങ്ങൾ, ഇത്രയും സാഹിത്യ വാസന, ഇത്രയും എഴുതാനുള്ള കഴിവ്, ശക്തി, ഊർജം ഇതെല്ലാം ഇവരിൽ ഉണ്ടായത് കൊണ്ടാണല്ലോ ഈ അവസരത്തിൽ അവരെല്ലാവരും കൂടി ഒന്നിച്ചിടയ്ക്ക് വരാൻ സന്ദർഭമുണ്ടായത്, അവസരമുണ്ടായത്. 2018-ലാണ് ഇവിടെ ഗിന്നസുകാർ വന്ന് ഞങ്ങളുടെയൊക്കെ ഓതേഴ്സിൻ്റെ സിഗ്നേച്ചർ വാങ്ങി സിഗ്നേച്ചർ വാങ്ങി കൊണ്ടുപോയി അങ്ങനെ ഒരു സംരംഭം ഇവിടെ തുടങ്ങിയത്. ഇന്നിപ്പോൾ ഒരു ഗിന്നസിലേക്ക് കയറാൻ തക്ക ഒരു അർഹത നിങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ട്. സ്ത്രീകളുടെ ഈ കഴിവ് ഈ അടുക്കളയിലാണെങ്കിലും അരങ്ങത്താണെങ്കിലും എവിടെയായാലും അവർ ഈ ജോലിക്കിടയിൽ ഇത്രയും റിസ്ക് എടുത്ത് പുസ്തകങ്ങൾ എഴുതി എന്തുമാകട്ടെ അക്ഷരങ്ങളല്ലേ അവരുടെ ആത്മാവാണ്, അക്ഷരങ്ങൾ ആത്മാവാണ്. അവരിത്രയും അവരുടെ അനുഭവങ്ങളൊക്കെ തന്നെയാവും. എന്നാലും എല്ലാവരും ആ പുസ്തകം മേടിച്ച് വായിച്ചെങ്കിൽ മാത്രമേ അവരുടെ മനസ്സ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. എനിക്ക് എല്ലാവരോടും ഒരു അഭിമാനം തോന്നുന്നുണ്ട്. ഇങ്ങനെ സ്ത്രീകൾ ഉണ്ടായിരുന്നു നാട്ടിൽ. ഒത്തിരി വർഷമായി ഞാനിവിടെ വന്നിട്ട്, 44 വർഷമായി ഞാനിവിടെ വന്നിട്ട്. നാട്ടിലുള്ള ഒരു കാര്യങ്ങളും അറിയാനോ അനുഭവിക്കാനോ എനിക്ക് ഇതുവരെ കാര്യമായിട്ട് സാധിച്ചിട്ടില്ല. കേരളം മുഴുവൻ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അതേസമയം ദുബൈ എൻ്റെ സ്വന്തം നാട് പോലെയാണ് ഞാനിവിടെ. അത് ഇവരൊക്കെ ഇവിടോട്ട് കയറി വരുമ്പം ഞാൻ അതിശയിച്ചു പോവുകയാണ്. ഇത്രയും സാഹിത്യവാസനയുള്ള ഇപ്പം മാമ ഇവിടെ സംസാരിക്കുന്നത് കേട്ടു, രാജിമാമ, യാതൊരു തടസ്സവുമില്ലാതെ സാധാരണ നമ്മൾ ഇവിടെയുള്ള സ്ത്രീകൾ പോലും സ്റ്റേജിൽ കയറുമ്പോൾ വിറയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഞാനടക്കം എനിക്ക് തന്നെ ആദ്യം സുധീരമാണ് എനിക്ക് ആദ്യം ഒരു ധൈര്യം തന്നത്. പിന്നെ ഇവർ രണ്ടും എൻ്റെ ജീവിതത്തിൽ ഒടിച്ചു മാറ്റി നിർത്താവുന്നവരല്ല. രണ്ടുപേരും എന്നെ അത്രമേ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ് ഇവർ രണ്ടുപേരും. ഇവരില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ സ്റ്റേജിൽ ഞാൻ വന്ന് നിൽക്കില്ല. ഈ സ്റ്റേജിൽ നല്ല ഒരു സ്റ്റേജിൽ ഞാൻ എഴുത്തിൻ്റെ ലോകത്ത് ഒന്നും ആവില്ല. നമുക്ക് സപ്പോർട്ട് ചെയ്യാനും നമ്മളെ സഹായിക്കാനും നമുക്ക് അതായത് നമ്മളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കാനും ആരെങ്കിലും നമുക്ക് പിന്നിലുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്നുമല്ല. ഇവരെല്ലാം ഇനിയും 100 അല്ല 200 അല്ല, ഇതിലും അധികം സ്ത്രീകൾ എഴുതുകയും ഇവിടെ വരികയും ഇനിയും എല്ലാവരെയും നെഗറ്റീവ് പറഞ്ഞ എല്ലാവരെയും നമുക്ക് സ്റ്റേജിൽ നിരത്തി നിർത്തണം. അതൊരു മഹാസംഭവം. ഇപ്പം തന്നെ ഇതൊരു മഹാസംഭവമാണ്. ഇനി അതിലും വലിയൊരു സംഭവമായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. സന്തോഷം.
നന്ദി. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. പെണ്ണിലത്തെ ഏറെ സ്നേഹിക്കുന്ന നിങ്ങളോട് തന്നെ ഇത് പറയണം. കാരണം പെണ്ണിലം എന്ന് പറഞ്ഞ എഴുത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. പെണ്ണിലത്തിന് 2-3 പ്രത്യേകതകൾ കൂടിയുണ്ട്. പെണ്ണിലത്തിന് ഒരു റേഡിയോ ഉണ്ട്. 2 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു പെണ്ണിലം റേഡിയോ ആണ്. രാവിലെ 6:50 തൊട്ട് 9 മണി വരെയാണ് പെണ്ണിലം റേഡിയോയിലെ പരിപാടികൾ. സുഭാഷിതം, പ്രഭാതഗീതം, ചലച്ചിത്രഗാനം, അങ്ങനെ തുടങ്ങി നിരവധി പരിപാടികളിൽ വാർത്തയിലാണ് ആ പരിപാടി അവസാനിക്കുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 1 ലക്ഷത്തിലധികം ആളുകൾ എല്ലാ ദിവസവും രാവിലെ പെണ്ണിലം റേഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ട് കേരളത്തിലാകമാനം. ഇവിടെ വിദേശത്തേക്കും പലരും നമ്മളോട് ചോദിച്ചിട്ട് നമ്മളത് കൊടുക്കാറുണ്ട്. ഇതുകൂടാതെ പെണ്ണിലത്തിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്. പെണ്ണിലത്തിന്റെ പരിപാടികൾ, പെണ്ണിലം അംഗങ്ങൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ. ഇതുകൂടാതെ പെണ്ണിലത്തിന് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്. ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ നമ്മുടെ കലാവാസനകൾ പരിപോഷിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധി മേഖലകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പഠിക്കുന്ന കാലം തൊട്ടേ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് നേടിത്തരാൻ ഒപ്പം നിന്ന പ്രിയപ്പെട്ട രാജ്യമാമനോടും പെണ്ണിലും എല്ലാത്തിനും കാരണമായ എൻ്റെ പ്രിയ സുഹൃത്ത് സുചിത്രയോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ ഒരു കവിത. ആ തലച്ചെത്തുന്ന മഴവെള്ളപ്പാച്ച് ചീറിപ്പാലിക്കുന്ന കൊടുങ്കാറ്റ് ജീവനും കയ്യിൽ പിടിച്ച് ഓടി രക്ഷപ്പെടാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട നിസ്സഹായരാണ് ഞാൻ നിങ്ങൾക്ക്. വയനാടിൻ്റെ നോവോർമ്മകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും അതാണ്. വയനാട് എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ എഴുതിയ ചാലിയാർ എന്ന കവിത. മുഖപുസ്തകത്തിലെ എൻ്റെ താളുകളിൽ ഏകദേശം 5 ലക്ഷത്തിൽ പരം ആളുകൾ വായിച്ച കവിതയാണ് ചാലിയാർ. അറ്റുപോയ മോതിരവിതനെ ബാക്കിയാവുടൻ ലക്ഷ്യമില്ലാതെ നിന്നിലൊഴുകി നടക്കവേ ചാലിയാർ ഇനി നിനക്കെങ്ങനെ ഒഴുകാനാകും സ്വച്ഛന്തമായി. ശലഭം എന്ന കവിതയാണ്. പറഞ്ഞു പറഞ്ഞു ഈ ശലഭമീ അരികിലരികിലായി വരൂ, അന്തരമൊന്നു കുറച്ചെന്നന്തരം ഒന്നറിയൂ. സ്വപ്നകുസുമം വിടരുമാരാമുണ്ടതിൽ നിറയിലും മധുവുണ്ട്, വണ്ടതു കാണാതെ കാത്തിരാം. ഞാനൊരു കുഞ്ഞു കവിത ഞാൻ എഴുതുന്നത് തന്നെ ചൊല്ലാം. തെരുവോരം എന്നാണ് കവിതയുടെ പേര്. ഒരു ട്രെയിൻ യാത്ര കഴിഞ്ഞു വരുന്ന വഴിക്ക് ഒരു അമ്മയും കുറിച്ചും അന്തിയുറങ്ങാൻ ഇടമില്ലാതിരിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ എഴുതിയ ഒരു കുഞ്ഞു കവിത. പാതയോരത്തൊരു പാതിരാവിൽ ഞാൻ കണ്ടൊരാ കാഴ്ചയാണ് മനസ്സിൽ, അന്തിക്കു തലചായ്ക്കാൻ കൂരയില്ലാത്തൊരു അമ്മതൻ മുഖമാണ് മനസ്സിൽ. പിന്നിക്കരയുന്ന അമ്മതൻ മടിയിലായി അമ്മിഞ്ഞ പാലിനും താരാട്ടിനും കാതോർത്തു വിങ്ങിക്കരയുന്ന കുഞ്ഞിന്റെ വതനമാണിപ്പോഴും എൻ മനസ്സിൽ. കവിതയുടെ പേര് അവിയൽ. ഏത്തക്കായുടെ ഒരിടത്തവും മുരിങ്ങക്കായുടെ താൻപോരുമേ വഴുതി പോകുന്ന കോവയ്ക്കയും മുറിച്ചു നോക്കിയാൽ വെളുത്ത ഹൃദയമുള്ള ചേനയും എന്തിനും ചൊറിയുന്ന ചേനയും. ഗ്രഹനാഥൻ കൽച്ചട്ടി ആലോചനയിലായിരുന്നു. പൊള്ളിത്തുടങ്ങിയപ്പോൾ ഒന്നിച്ചാകാതെ വയ്യെന്നായി. വെന്തു പരുവമായപ്പോൾ ചേനയുടെ ചൊറിച്ചിൽ മാറി. തേങ്ങയും പുളിയും ഉപ്പും പാട്ടും ഡാൻസുമായി കലവില വെച്ചു. ഒരുമയുള്ളവരുടെ കൂടെ ഉലക്കപ്പുറത്തും കിടക്കാമെന്ന കറിവേപ്പിലയും വെളിച്ചെണ്ണയും ആഹാ ആരും അറിയപ്പറ്റായിരുന്നു. എൻ്റെ പേര് മായാത്. കണ്ണൂരിലെ തളിപ്പറമ്പാണ് സ്വദേശം. ഇപ്പോൾ മുംബൈയിൽ ജോലി ചെയ്യുന്നു. ഇന്നിവിടെ പ്രകാശനം ചെയ്ത ആദർശമുഖങ്ങൾ എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അതേ പേര് തന്നെയുള്ള കവിതയാണ് ഞാനവിടെ
ചൊല്ലുന്നത്. ആകാശമോഹനൻ. പഞ്ഞിത്തുണ്ടു പുൽപാറി പറക്കുമി മേഘച്ചിറകിന്റെ മേലേറി വാനിന്നനന്തത തേടിയലയണം ഏകയായ ആകാശവീഥിയൊന്നിൽ അകലെ തെളിയുമാ നക്ഷത്ര ദീപത്തിൽ ശോഭയിൽ നിന്നിലിന്നാവാഹിച്ച് വെട്ടിത്തിളങ്ങണമെന്നെന്നുമാവാനിൽ മറ്റൊരു താരകമെന്ന പോലെ. എൻ്റെ പേര് ശ്രീലിയ പ്രസന്ന. ഞാൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഈ പ്രായത്തിൽ പെണ്ണിനത്തിന്റെ പങ്കാളാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ശിലയെ കൈകൊണ്ട് ശിവരൂപമാക്കുന്ന കലയുടെ കാൽകളിൽ കൈതൊഴുന്നേ. മൂകന്നു സ്വരമേകും മുക്തിപ്രധായിനിയാം മൂകാംബികേ നിന്നെ കൈതൊഴുന്നേ. മൂകന്നു സ്വരമേകും മുക്തിപ്രധായിനിയാം മൂകാംബികേ നിന്നെ കൈതൊഴുന്നേ. നമസ്കാരം, എൻ്റെ പേര് ഇഷ പ്രസൂൺ. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ കണ്ണൂരുകാരുടെ സ്വന്തം ദൈവമായ മുത്തപ്പനെ പറ്റി ഞാൻ എഴുതി ചെയ്ത ഒരു 4 വരി. സാധാരണ ധരിച്ചിരുന്ന സ്ത്രീകളെ സംയോജിപ്പിച്ചുകൊണ്ട് അവരെയെല്ലാം ചേർത്ത് നിർത്തി അവർക്കുള്ള ആശയങ്ങളും ആവിഷ്കാരങ്ങളും